മഹാനാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രയോ ഉയർന്ന നേതാവാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ നിഴല് പോലെ ഏത് സമയത്തുമുള്ള നേതാവല്ലേ, സ്വർഗം ഉറപ്പായ നേതാവല്ലേ. അവിടുന്ന് വളരെ വേദനിച്ചിട്ടുള്ള സമയമുണ്ട്, അവിടുന്ന് വളരെ വിഷമിച്ചിട്ടുള്ള സമയമുണ്ട്. വലിയ ഉയർന്ന അവസ്ഥയിലായിട്ടും പല സമയങ്ങളിലും അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. യാ ഇലാഹി മല്ലഹു സാദുൻ ഖലീൽ മുഫ്ലിസും ബിസിദ്ഖി യഅതി ഇൻദ ബാബിക യാ ജലീൽ ദംബുഹു ദംബുൻ അളീമു ഫഗ്ഫിർ ദംബൽ അളീം ഇന്നഹു ശഖ്സുൻ ഗരീബ് മുദ്രിബുൻ അബ്ദുൻ ദലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാനാകുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പല സമയത്തും പാതിരാത്രികൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. സ്വർഗം ഉറപ്പായ മഹാൻ, ഔലിയാക്കളുടെ നേതാവായ മഹാൻ. ثم رضي الله عن أبي بكر وعن عمر. അല്ലാഹു തആല പേരെടുത്തുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പറഞ്ഞ മഹാൻ അവിടുന്ന് പറയാ, جد بلطفك يا إلهي من له زاد قليل مفلس بالصدق يأتي عند بابك يا جليل. അല്ലാഹുവേ അല്ലാഹുവേ, എനിക്ക് വളരെ കുറച്ച് മാത്രമേ എനിക്ക് തയ്യാറെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, എനിക്ക് കുറച്ച് മാത്രമേ അമലെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നിന്റെ മുന്നിലേക്ക് ഞാൻ വരുമ്പോ മുഫ്ലിസായിട്ടായല്ലോ ഞാൻ വരുന്നത്, അമലുകളൊന്നും ഇല്ലാതെയാണല്ലോ ഞാൻ വരുന്നത്. നിന്റെ മുന്നിലേക്ക് ഞാൻ വരേണ്ടവനാണല്ലോ, അങ്ങനെ അമലുകൾ കുറഞ്ഞവനായിട്ട് ഞാൻ നിന്റെ മുന്നിലേക്ക് വരേണ്ടവനാണ്. അല്ലാഹുവേ, എന്റെ തെറ്റുകൾ നീ മാപ്പ് ചെയ്യണേ അല്ലാ. വലിയ വലിയ തെറ്റുകൾ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്, നീ മാപ്പ് ചെയ്യണേ അല്ലാ. ഇന്നഹു ശഖ്സുൻ ഗരീബ് മുദ്രിബുൻ അബ്ദുൻ ദലീൽ. ഇതുപോലെ വേദനിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ഖേദിച്ച് മടങ്ങിയ വ്യക്തിത്വമാണ് മഹാനാകുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അത് പോയിട്ട് സ്വർഗ്ഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും തെറ്റുകൾ വന്നുപോയി റബ്ബേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ മഹാ. ചോദിക്കട്ടെ, എന്റെ സ്വന്തം ശരീരത്തിനോട് നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ദിവസത്തിൽ ഒരു നിമിഷമെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ ഇത്തരത്തിൽ ഖേദിച്ച് മടങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധ റമദാൻ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോവുകയാണ്, അനുഗ്രഹത്തിന്റെ രാവുകൾ കഴിഞ്ഞു പോവുകയാണ്. ഒരു നിമിഷത്തിൽ ഒരു നിമിഷമെങ്കിലും പൊട്ടിക്കറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? റബ്ബിന്റെ മുന്നിൽ ഖേദിച്ച് മടങ്ങാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. വിശുദ്ധമാകുന്ന ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. ഈ വിശുദ്ധമാകുന്ന ആയത്ത് അവതരിപ്പിച്ചപ്പോൾ സയ്യിദത്തുനാ ബീവി ആയിഷ
റളിയല്ലാഹു തആല അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, തെറ്റുകുറ്റങ്ങൾ ചെയ്തവരെ കുറിച്ചാണോ നബിയേ ഈ ആവത്ത് അവതരിപ്പിച്ചത്? അല്ലാഹുവിനടുക്കൽ ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും, അവിടെ ഹൃദയങ്ങളെ സീലി വെക്കപ്പെട്ട രീതിയിലാണ്, അവർക്കൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അല്ലാഹുവിന്റെ മുന്നിൽ വിഭാഗം ആളുകളെ കൊണ്ടുവരുന്നത്. ഈ ആയത്ത് കേട്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അഹ്വറജുലു യസിനി വയസ്രിഖു വയശ്റബുൽ ഖംറ, നബിയേ, വ്യഭിചരിച്ച മനുഷ്യനെ കുറിച്ചാണോ, അതെല്ലാം മോഷ്ടിച്ച മനുഷ്യനെ കുറിച്ചാണോ, മദ്യപിച്ച മനുഷ്യനെ കുറിച്ചാണോ ഈ വിഭാഗം ആളുകളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്? ഹൃദയം ശീലി വെക്കപ്പെട്ടവരെന്ന് പറഞ്ഞത് അവർ മദ്യപിച്ചവരാണോ നബിയേ? അത് വ്യഭിചരിച്ചവരാണോ നബിയേ? മോഷണം നടത്തിയവരാണോ നബിയേ? ഹറാമുകൾ ചെയ്തവരാണോ നബിയേ? അങ്ങനെയുള്ളവരാണോ ഈ കൊണ്ടുവരുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യാ ബിന്ത അബീ ബക്കർ, ഓ അബൂബക്കറിന്റെ മകൾ ആയിഷ, ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തവരെ കുറിച്ചല്ല അല്ലാഹു പറഞ്ഞത്. പക്ഷേ അർറജുലു യസൂമു വയുസല്ലി വയതസദ്ദഖു വഹുവ യഖാഫു അല്ലാ യുഖ്ബല മിൻഹു. അല്ലാഹുവിന്റെ മുന്നിൽ വളരെ വിഷമത്തോടെ, വളരെ വേദനയോടെ, അതാ ഹൃദയം ശീലി വെക്കപ്പെട്ട രൂപത്തിൽ വളരെ വിഷമത്തോടുകൂടി വരുന്ന ജനങ്ങള്, അവർ മദ്യപിച്ചവരല്ല, അവർ വ്യഭിചരിച്ചവരല്ല, ഹറാമുകൾ ചെയ്തവരല്ല, മറിച്ച് ആ വിഭാഗം ആളുകൾ യസൂമു, അവർ നോമ്പെടുത്തിട്ടുണ്ട്, വയുസല്ലി, അവർ നിസ്കരിച്ചിട്ടുണ്ട്, വയതസദ്ദഖു, അവർ സദഖ ചെയ്തിട്ടുണ്ട്. നോമ്പെടുത്തവരാണവർ, നിസ്കരിച്ചവരാണവർ, സദഖ ചെയ്തവരാണവർ. അവർ എന്തിനാണ് റബ്ബിന്റെ മുന്നിൽ ഈ രൂപത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? ഈ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നവർ ഭയപ്പെടുന്നുണ്ട്. നോമ്പ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്നുണ്ട്. സദഖകൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പേടിക്കുന്നുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യാത്തതുകൊണ്ടല്ല, ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്നുണ്ട്. ആ പേടി കൊണ്ടാണ് അല്ലാഹുവിന്റെ മുന്നിൽ ഭയവിഹ്വലരായി ഈ വിഭാഗം ആളുകൾ കടന്നു വരുന്നത്. നമുക്കെവിടെയാണ് പേടി? നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സദഖ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മനസ്സിന് പേടിയില്ല. അല്ലാഹു സ്വീകരിക്കുമോ എന്ന ചിന്തയില്ല. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയാ, സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ.